എന്താണ് തകർച്ചയുടെ അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ കാരണം എന്തെന്നുള്ളത് ഐസണിലേക്ക് പോവുകയാണ്. ഐസൺ, മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വിമാനം പതിച്ച സ്ഥലത്തും വലിയ രീതിയിലുള്ള ഒരു ദുരന്ത പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. അവിടെയും ആളുകൾ ഉണ്ടായിരുന്നു. ജനവാസ മേഖലയിലാണ് പതിച്ചത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിൽ പോലും അവിടെ അത്രയും തിങ്ങിയ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നില്ല. അവിടെ പല കെട്ടിടങ്ങളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ വന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് മറ്റൊരു ദുരന്ത വാർത്ത കൂടിയാണ്. അവിടെയും അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഐസണിന് ലഭ്യമാകുന്ന വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, അപകടമുണ്ടായ പ്രദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിമാനം തകർന്ന് വീണെടുത്ത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിന് മുകളിലേക്കാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു അപകടമുണ്ടായ സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ഇനിയും വർദ്ധിക്കുക. അതായത് ജനവാസ കേന്ദ്രത്തിലേക്ക് വിമാനം തകർന്ന് വീഴുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങളുണ്ടാക്കും. ആ പരിസരത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടങ്ങൾ തകർന്ന് വീഴാൻ നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ 2 3 നിലയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ തീപിടിച്ച ഒരു സാഹചര്യം കാണാനുണ്ട്. അത്തരത്തിലുണ്ടെങ്കിൽ അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം നാട്ടുകാർക്ക് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിമാനത്തിലുള്ളവർക്ക് പുറമേയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ഈ പ്രശ്നത്തിൻ്റെ ഐസൺ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. അഹമ്മദാബാദിൽ നിന്നും രവീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ രവീന്ദ്രൻ, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്ര എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, വലിയൊരു ആകാശ ദുരന്തം എന്ന് തന്നെ ഇതിന് പറയേണ്ടിയിരിക്കുന്നു. താങ്കൾക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന ഒരു വിവരങ്ങൾ എങ്ങനെയാണ്? ഈ വിമാനം പതിച്ച സ്ഥലം, അവിടെ താമസിക്കുന്ന ജനങ്ങൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അപകടങ്ങൾ വരാം എന്നതൊക്കെ കുറിച്ച് ഒരു ധാരണയുണ്ടാകുമോ? താങ്കൾ അവിടുത്തെ പ്രദേശവാസി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വഴി ഒക്കെ കൂടുതൽ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഇവിടെ ABP ന്യൂസ് റിപ്പോർട്ടറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിമാനം വീണിട്ടിരിക്കുന്ന അവിടെ ഒരു ഡോക്ടേഴ്സ് ഹോസ്റ്റൽ ഉണ്ട്. ആ ഡോക്ടേഴ്സ് ഹോസ്റ്റലിന്റെ കോമ്പൗണ്ടിലാണ് ഇത് വീണിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 20 ഡോക്ടേഴ്സിനെന്തോ ഇഞ്ചുറി മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് തന്നെയാണോ ശ്രീ രവീന്ദ്രൻ മനസ്സിലാക്കേണ്ടത്? അത് എല്ലാ ന്യൂസിലും വന്നിട്ടുണ്ട്. അത് അവിടെയാണ് ഇത് വീണിരിക്കുന്നത്. പിന്നെ ഈ റിപ്പോർട്ടർ പറഞ്ഞിരുന്നു ഹി ഹാസ് സീൻ 50% ഓൾറെഡി ഡൈഡ്. അത് അയാൾ ചെയ്യുന്നു. അയാൾ പറയാം അക്കോർഡിംഗ് ടു ഹിം ഒരു 100 അടുത്ത് മരിച്ചവരുണ്ടാവുന്ന പറയുന്നത്. അതെ ശ്രീ രവീന്ദ്രൻ, നിലവിൽ ഇപ്പോൾ അവിടെ പോലീസ് വലയത്തിനുള്ളിലാണ്. മറ്റാർക്കും അവിടേക്ക് കടക്കാൻ സാധിക്കില്ല. രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തകർ മാത്രമാണ് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഹോസ്പിറ്റൽസ് അടുത്തൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക അവര്. ശ്രീ രവീന്ദ്രൻ, അത് മാത്രമല്ല ഈ അപകടം നടന്ന സ്ഥലത്തിന് അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടേക്ക് അതെ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. Other hospitals are also there nearby area. ശ്രീ രവീന്ദ്രൻ, താങ്കളുടെ അവിടെ ഈ മലയാളി അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? അതെ അതെ. ഈ അപകടത്തിൽ ഒരു മലയാളിയായ ഒരാളുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒരു പേര് കണ്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഒരു പേരുണ്ട്, ഗോപകുമാർ. അതെ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. ആ ലിസ്റ്റ് കണ്ടതിലുള്ളൂ, ബാക്കി ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്ന വിവരങ്ങൾ മാത്രമാണ് താങ്കൾക്കും ലഭിക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ആ റിപ്പോർട്ടറോട് സംസാരിച്ചിരുന്നു. ABP ന്യൂസ്, ഇവിടെ ഗുജറാത്തി ന്യൂസ് ആണ്. ആ റിപ്പോർട്ടറോട് സംസാരിച്ച് കിട്ടിയ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ഡോക്ടേഴ്സ്, ഈ സിവിൽ ഹോസ്പിറ്റൽ കണക്റ്റഡ് ഡോക്ടേഴ്സ് ഹോസ്റ്റൽ ഉണ്ട് അവിടെ, ഇന്റേൺ. അവിടെയാണ് ഇത് വീണിരിക്കുന്നത്. അവിടെ ഇല്ല ഡോക്ടേഴ്സിനും കുറെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ ശ്രീ രവീന്ദ്രൻ, അതോടൊപ്പം ഈ ഡോക്ടേഴ്സ് ഹോസ്റ്റൽ നിലവിലുള്ള പ്രദേശത്ത് മറ്റ് ജനവാസ മേഖലകൾ കൂടിയാണോ? ഫ്ളാറ്റുകൾ, കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രദേശം തന്നെയാണ്. പക്ഷെ അവിടെ ഒന്നും അത്ര എഫക്ട് ചെയ്തു എന്നൊന്നും ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിനാണ് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. കെട്ടിടം അങ്ങനെ അധികവും ഈ ഹോസ്റ്റൽ ബിൽഡിംഗിന് മാത്രമേ ഇതുവരെയുള്ള ന്യൂസിൽ പറയുന്നുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ പ്രതികരിച്ചതിന്. ഐസണിലേക്ക് പോവുകയാണ്. ഐസൺ, ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുത് തന്നെയാണ്. അപകട കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഈ അപകട സാധ്യത തിരിച്ചറിഞ്ഞ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ അപകടം നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ രക്ഷാ ദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നറിയാൻ കഴിയുന്നുണ്ടോ?
തീർച്ചയായും രോഹിണി, ഇപ്പോൾ രക്ഷാദൗത്യം കൃത്യമായി പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വിമാനം തകർന്നു വീണ് ചിതറിപ്പോയിരിക്കുന്നു, അതായത് തകർന്ന് ചിതറിപ്പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ചിതറിക്കിടക്കുന്ന സാഹചര്യത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായി വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ അവിടങ്ങളിലെല്ലാം ഉള്ള ആ പ്രദേശം മുഴുവനുള്ള കൃത്യമായി തീയണയ്ക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നടപടികളിലേക്ക് തുടർന്നുള്ള ഓരോ നീക്കങ്ങളിലേക്കും നീങ്ങാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അത് നമുക്കറിയാവുന്നതാണ്. വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ടൈറ്റാനിയം അലോയ് എന്ന് പറയുന്ന ആ ലോഹ സങ്കരങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ചൂട് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിൽ ചൂട് മുഴുവനും പൂർണ്ണമായും കുറഞ്ഞാൽ മാത്രമേ ആ ഭാഗത്തേക്ക് എത്തി കൂടുതൽ നിരീക്ഷണം നടത്താൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വിമാനത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ തീയണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു വിവരം നൽകാനുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വിഷയത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ, അതായത് ഈ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അല്ലെങ്കിൽ ആ വേദനയിൽ പങ്കുചേരുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിക്കാൻ 50-ലേറെ പേർ ബ്രിട്ടീഷ് സ്വദേശികളായവർ ബ്രിട്ടീഷുകാരുണ്ട് ഈ അപകടത്തിൽപ്പെട്ടവരിൽ എന്നതും ഒരു വസ്തുതയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒന്നൊന്നായി പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാഷണൽ ദുരന്ത നിവാരണ സേനയുടെ 90ഓളം പേരെ അവിടേക്ക് എത്തിക്കും, 30ഓളം പേർ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളും അതുപോലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസും മുന്നോട്ട് പോകുന്നു എന്നാണ് അവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന സൂചന. ഈ വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുക എന്നെല്ലാം തന്നെയുള്ള വിശദീകരണങ്ങൾ ഇനിയായിരിക്കും ലഭ്യമാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം ഒരു മെയ്ഡേ കോൾ, അതായത് ഇനി വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു, അപകടമുണ്ടായി, ഇനി മറ്റു കമ്മ്യൂണിക്കേഷൻ തന്നെ സാധ്യമാകുമോ എന്ന് ഉറപ്പില്ല എന്ന സൂചന നൽകുന്നതാണ് മെയ്ഡേ കോൾ എന്ന് പറയുന്നത്. മെയ്ഡേ കോൾ വന്നിരിക്കുന്നു. വന്നതിന് ശേഷമാണ് പിന്നീടാണ് ഈ വിമാനവുമായി യാതൊരു എയർ ട്രാഫിക് കൺട്രോളിന് ഒരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും പിന്നീട് തുടർന്ന് ഈ വിമാനം കത്തിയമരുകയും ചെയ്യുകയായിരുന്നു. നേരത്തെ അറിയുന്നത് പോലെ ഇനീഷ്യൽ, അതായത് ഒരു ചെറിയ തോതിലുള്ള അപകടത്തിനുള്ള സൂചനകൾ നേരത്തെ ലഭ്യമാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ അപകടമാണ് നടന്നിരിക്കുന്നതെന്ന ഒരു സൂചന നൽകുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തോതിൽ ഈ ഫൈറ്റർ സംവിധാനങ്ങൾ, അതായത് അഗ്നിശമന സേനയുടെ അഗ്നിശമന സംവിധാനങ്ങളെല്ലാം തന്നെ സ്ഥലത്തെത്തി കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള ഇടപെടൽ അനിവാര്യമായി വരുമെന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ് 1 ലക്ഷത്തിലേറെ ലിറ്റർ ഇന്ധനം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഇത്രയും വലിയൊരു ദീർഘദൂര വിമാനമായതുകൊണ്ട് തന്നെ ആ വിമാനത്തിൽ ഇത്രയും വലിയ തോതിൽ 1 ലക്ഷത്തിലേറെ ലിറ്റർ ഇന്ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വലിയ മാസിലുള്ള ഇന്ധനം കത്തിപ്പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കത്തിപ്പിടിക്കാനുള്ള സാധ്യതയെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഇനിയും അതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മാത്രമായിരിക്കും തുടർ നടപടികൾ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പരിപാടികൾ നടക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ആംബുലൻസുകളൊക്കെ പോകുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ പ്രദേശം മുഴുവൻ ഗ്രീൻ ചാനലൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് പ്രദേശത്തെത്തിയ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ അറിയിച്ചത്. അതായത് ഈ ഗ്രീൻ ചാനൽ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഗതാഗതം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കുക, ഏറ്റവും നിയർ ബൈ ഹോസ്പിറ്റലിലേക്കുള്ള വഴികളെല്ലാം തന്നെ കൃത്യമായി ഓപ്പണാക്കി ഇടുക, അല്ലെങ്കിൽ അതിൽ തടസ്സങ്ങളില്ലാതെ സൂക്ഷിക്കുക. വിമാനാപകടത്തിൽ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു തരത്തിലും കാലതാമസം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിച്ചത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. ആശുപത്രികളിൽ നിന്നും മറ്റുമായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, അതിനുശേഷം ആ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചത് ക്രോഡീകരിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും കൃത്യമായി കണക്കുകൾ നൽകുകയാണ് ഇനി ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മരണസംഖ്യ വൻതോതിൽ ഉയരുന്നു, വൻതോതിൽ ഉണ്ടായിട്ടുണ്ട്. 100-ലേറെ പേർ മരിച്ചിട്ടുണ്ട്, 130-ലേറെ പേർ മരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ തീർത്തും അനൗദ്യോഗികമായാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 169 യാത്രക്കാർ ഭാരതീയരും അതുപോലെ തന്നെ 53 പേർ ബ്രിട്ടീഷ് സ്വദേശികളും അതുപോലെ ഒരു കാനഡക്കാരനും പോർട്ടുഗീസുകാരായ 7 പേരുമാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി മറ്റു രാജ്യങ്ങളുടെ അധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പ്രതികരണമെല്ലാം തന്നെ വരാനിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടക്കാനിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം, ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അത് പല വിഷയങ്ങളുണ്ട്. അതായത് ഭാരതത്തിലെത്തിയ വിദേശികളെ സംബന്ധിച്ചുള്ളത് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതും അവരെ സംബന്ധിച്ച്
സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാനുമുള്ള ഉത്തരവാദിത്വം വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട്. ശരി, എന്തായാലും ഐസൺ തുടരുക. ഐസണിലേക്ക് എത്താം. ഇപ്പോൾ ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, രാജ്യത്തെ നടുക്കിയ ഈ വിമാന ദുരന്തം, അതിന്റെ അപകട സ്ഥലത്തേക്ക് കേന്ദ്രമന്ത്രിമാർ അടക്കം ഇപ്പോൾ എത്തിച്ചേരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DGCA പുറത്തിറക്കിയിട്ടുണ്ട് പത്രക്കുറിപ്പ്. എന്താണ് അപകട കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം വലിയ അളവിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വിമാനം തകർന്ന് പതിച്ച സ്ഥലം ഡോക്ടേഴ്സ് ഹോസ്റ്റൽ എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടത്തിലേക്കാണ്. അവിടെയും മരണം രേഖപ്പെടുത്തുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഗൗതം? രോഹിണി, ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഈ അഹമ്മദാബാദിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതായത് നിലവിൽ നമുക്കറിയാം, ഈ 230 യാത്രക്കാരും 12 ക്രൂവുമായി പറന്ന ഈ വിമാനം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് ഇത് ഈ വിമാനത്തിലുള്ളവരെ പറ്റി മാത്രമുള്ള ചിന്തകളായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിനകത്തൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം, ഈ വിമാനം വന്ന് പതിച്ചിരിക്കുന്നത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടേഴ്സ് ഹോസ്റ്റലിന് മുകളിലാണ്. അതായത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു ഹോസ്റ്റലാണ്. അതിന്റെ ഒരു മെസ് കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് കൃത്യമായി ഈ വിമാനം വന്ന് പതിക്കുകയും ഇതൊരു വലിയ തീനാളമായി മാറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ആ മെസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഉച്ച സമയമായതിനാൽ ആ മെസ്സിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയായി ഈ ഡോക്ടേഴ്സ് ഹോസ്റ്റലിലെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ടാകാം. അവരിൽ ചിലർക്ക് പരിക്കേറ്റിരിക്കുന്നു, അവർക്ക് ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിമാന ദുരന്തത്തിന്റെ ഭാഗമായി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ മാത്രമല്ല അത് ബാധിച്ചേക്കുന്നത്, മറിച്ച് ഈ വിമാനം വന്ന് പതിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിൽ, ഈ ഡോക്ടേഴ്സ് മെസ്സിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൂടി അതിന്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടേക്ക് വലിയ തീ വ്യാപിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതിന്റെ വ്യാപ്തി ഉണ്ടാകാതിരിക്കാനുള്ള വലിയ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെയും NDRFന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇപ്പോൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ദേശീയ വാർത്താ ഏജൻസിയോട് വിശദീകരിക്കുന്നത് 80% ആ സ്ഥലവും ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ വിമാനം ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ NDRFന്റെ 90 അംഗ ടീമാണ് ഗുജറാത്തിന്റെ ക്യാപിറ്റലായ ഗാന്ധിനഗറിൽ നിന്നും ഈ അഹമ്മദാബാദിലേക്ക് വന്നത്. ഏതാണ്ട് ഗാന്ധിനഗറിൽ നിന്നും 25 കിലോമീറ്ററിനകത്താണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ NDRF ടീമിന് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചു. അതിനുശേഷം ഏതാണ്ട് 80% ഈ സ്ഥലം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നിപ്പോൾ ഗുജറാത്ത് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഈ സ്ഥലത്തുള്ള ആളുകളുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്, അല്ലെങ്കിൽ അവിടെ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നതിലുള്ള വ്യക്തതയാണ് ഇനിയും വരേണ്ടത്. രോഹിണി. ഗൗതം, അതോടൊപ്പം നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അതോടൊപ്പം തന്നെ നിലവിൽ സ്ഥിരീകരിക്കുന്ന മരണക്കണക്കുകൾ എപ്രകാരമാണ്? ഇപ്പോൾ നിലവിൽ 100-ലധികം മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്നു പതിച്ച സ്ഥലത്തും ഡോക്ടേഴ്സ് ഹോസ്റ്റൽ അടക്കമുള്ള അവിടെയും ചില മരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരീകരിക്കുന്ന കണക്കുകൾ കൂടി പറയാമോ? രോഹിണി, ഇപ്പോൾ ഈ വ്യോമയാന മന്ത്രാലയവും മറ്റും നൽകുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 140 യാത്രക്കാരുടെയും മരണം സംബന്ധിച്ചുള്ള സ്ഥിരീകരണമാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ അതിലും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് അതല്ലാതെ ലഭ്യമാകുന്ന വിവരമാണ്. നിലവിൽ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം സർക്കാരും നൽകുന്നില്ല. ചില സർക്കാർ വൃത്തങ്ങളിലൂടെ ലഭ്യമാകുന്ന വിവരം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓരോ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ളൊരു കണക്ക് നൽകുന്നത്. കാരണം ഈ 242 പേർ ഈ വിമാനത്തിൽ മാത്രമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ 133 മരണമാണ് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം അത്രത്തോളം വ്യാപ്തിയുള്ള ദുരന്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വിമാനം പൂർണ്ണമായി തന്നെ കത്തി നശിക്കുകയാണ്. അതിനാൽ അതിലുള്ള ആളുകൾക്ക് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടാനെന്നുള്ള ഒരു തരത്തിലുമുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരാണ് എല്ലാവരും. മറ്റു ചിലർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. 133 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രയോറിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
ഈ ഗുരുതരമായി പരിക്കേറ്റവർക്ക് എത്രയും മികച്ച ചികിത്സ നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെയാണ് ഈ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയ് റൂപാണിയെ ഉൾപ്പെടെ എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പരിക്കേറ്റവരുടെ എല്ലാം നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതിലെ യാത്രക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഇതിൽ 242 എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ 230 പേർ യാത്രക്കാരും പിന്നെ ക്രൂവിലുള്ള 2 പൈലറ്റുമാർ അടക്കം ക്രൂവിലുള്ള 12 പേരുമാണ്. ഇതിലെ 169 ഭാരതീയരാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തത്. ബ്രിട്ടീഷ് പൗരന്മാർ 53 പേരും ഒരു കനേഡിയൻ പൗരനും പോർച്ചുഗീസുകാരായ 7 പേരുമുണ്ട്. അങ്ങനെയാണ് 230 യാത്രക്കാർ വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക തലത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അപകട കാരണം എന്നത് ഇപ്പോൾ വ്യക്തമല്ല. അത് നമുക്ക് വരുന്ന മണിക്കൂറുകളിലും അതിലൊരു വ്യക്തത ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത് കുറച്ചുകൂടി വിശദമായ രീതിയിലുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തുകൊണ്ട് ഇത്തരം ഒരു വലിയ ദുരന്തം ഉണ്ടായി എന്നതിലേക്ക് അന്വേഷണ സംഘത്തിനും സർക്കാർ വൃത്തങ്ങൾക്കും എത്താൻ സാധിക്കത്തുള്ളൂ. കാരണം വിമാന ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്, ആകാശത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തമാണ്. അതിനാൽ ആദ്യഘട്ടത്തിൽ ഒരു കാരണവശാലും ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണ് എന്നതിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ പറയുക അസാധ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രാഥമിക ഘട്ട അന്വേഷണം നടക്കുന്നു. ഒപ്പം ഡൽഹിയിൽ വ്യോമയാന മന്ത്രാലയത്തിൽ ഒരു ഉന്നതതല യോഗം ഇപ്പോൾ നടക്കുന്നു. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ വിമാനമാർഗം അഹമ്മദാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിമാനം അല്പസമയത്തിനകം തന്നെ അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്യും. ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നേരിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ദുരന്തത്തിൽ ദുഃഖവും അതോടൊപ്പം തന്നെ നടുക്കവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക നേതാക്കൾ അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം ഈ അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും വലിയൊരു ദുരന്തമാണ്. അടുത്ത കാലത്തൊന്നും നമ്മുടെ രാജ്യത്ത് ഇത്ര വലിയൊരു ആകാശ ദുരന്തം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അഹമ്മദാബാദിൽ നിന്നും 1:38 പറന്നുയർന്ന വിമാനം കേവലം 5 മിനിറ്റിനകത്ത് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന് മുകളിലേക്ക്, ഡോക്ടർമാരുടെ ഒരു ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഈ ദുരന്തമാണ് ഇപ്പോൾ 133 എന്ന മരണസംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. ശരി ഗൗതം, ഒരു വലിയ ആകാശ ദുരന്തം തന്നെയാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. 133 മരണം ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രക്ഷാ ദൗത്യവും ഇപ്പോഴും തുടരുകയാണ്. ഹൃദയഭേദകം എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഈ അപകടം അതിൽ നൽകുന്ന ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് എന്ന് അമിത്ഷായും വ്യക്തമാക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് അമിത്ഷാ തിരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ദുരന്തം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എത്താം.